ഇപ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ തങ്കപ്പൻ പ്രതികരിക്കുന്നു. തത്സമയം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മാതൃക ഇപ്പൊ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ്. അല്ലല്ലോ എല്ലാ സമയത്തിനനുസരിച്ച് ഞാൻ ചോട്ടെ, ഒരു പരാതി KPCC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോൾ അന്ന് തന്നെ അദ്ദേഹം DGP കൊടുത്തു. മറ്റു പാർട്ടിക്ക് എന്താ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത്. നിയമവ്യവസ്ഥയിൽ ഞാൻ ഒരു കാര്യം പറയോ, നിയമവ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ? പാർട്ടിയാണോ? പോലീസല്ലേ? കൊടുത്തല്ലോ. അത് മറ്റൊരു ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ പാർട്ടി ഇത് കോൺഗ്രസ് ചെയ്ത ഈ നടപടിയാണ് മറ്റു പാർട്ടികൾ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. തിരിച്ച് ജയിലിൽ കിടക്കുന്നവനെയും ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ മുഴുവൻ സ്വർണം കട്ടവനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള രാഹുലിനെതിരെ നേരത്തെ തന്നെ പരാതികളും ഞാൻ ചോദിച്ചോട്ടെ, പരാതി പറഞ്ഞിട്ട് 3-4 മാസം നിങ്ങളുടെ ഈ കേരള ഗവൺമെന്റ് അന്വേഷിക്കുന്ന പോലീസ് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരും കൊടുത്തില്ലല്ലോ. 2 ദിവസം മുമ്പല്ലേ പരാതി കൊടുത്തു. ആ പരാതി അപ്പം തന്നെ നടപടി സ്വീകരിച്ചല്ലോ. നടപടി സ്വീകരിക്കാൻ രണ്ടാമത് വീണ്ടും പരാതി കൊടുത്തപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചു അന്വേഷിക്കാൻ. ഇതല്ലേ ഒരു പാർട്ടി ചെയ്യാൻ പറ്റുന്നത്? അല്ലാതെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ കോൺഗ്രസ് കാണിക്കുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയാണത്. ഇത് മറ്റു പാർട്ടികളാണ് ചെയ്യേണ്ടത്. തിരിച്ച് നിങ്ങൾ ചോദിക്കണം, അയ്യപ്പന്റെ മുഴുവൻ സ്വത്ത് കെട്ടിട്ടുള്ള മുൻ MLA ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പോഴും ന്യായീകരിക്കുന്ന പാർട്ടിയോട് അങ്ങനെ ഈ പരാതികൾ വൈകാൻ കാരണം പ്രധാനമായും ഇപ്പോൾ പരാതി വന്നപ്പോൾ തന്നെ അതിജീവിത സൈബർ എടുത്ത് പോലും അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഈ പരാതികളെല്ലാം ഈ പുറത്തേക്ക് വരാൻ തന്നെ തടസ്സമായത്. ഒരാളിന്റെ പേരിൽ വാക്കാൽ പരാതി ഉണ്ടായിരുന്നുള്ളൂ, ആ നടപടി സ്വീകരിച്ചു. വാക്കാൽ പരാതി എഴുതി ആരും കൊടുത്തില്ല. ഇങ്ങനെ ആരോപണം വന്നത് അപ്പം തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം രാജിവെച്ചു. ഇല്ലല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങള് ആ കോർ കമ്മിറ്റി അദ്ദേഹത്തില്ല, ഇത് ഞങ്ങൾ അദ്ദേഹം ആലോചിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും അദ്ദേഹമായിട്ടുള്ള സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും അദ്ദേഹം. കുറച്ചു മുമ്പ് BJP പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് MLA ആയിരിക്കുന്നത്. അപ്പൊ MLA സ്ഥാനം കൂടെ രാജിവെക്കാൻ പറയണം. അവരുടെ വ്യാമോഹമാണ്, മനസ്സിലായി. MLA സ്ഥാനം രാജിവെക്കേണ്ടത് അദ്ദേഹം തീരുമാനിക്കാൻ അദ്ദേഹമാണ്. ആര്? ഞങ്ങൾ. പക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ ആണ്. അപ്പൊ അതിന് ഉത്തരവാദിത്തം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? പ്രധാന പ്രശ്നം പാലക്കാട് ജനങ്ങൾ രാഹുലിനെ കണ്ടിട്ടാണോ കോൺഗ്രസിനെ കണ്ടിട്ടാണോ വോട്ട് ചെയ്തത്? കോൺഗ്രസിനെ കണ്ടിട്ടാണോ? UDF കണ്ടിട്ടാണോ? അപ്പൊ UDF-ന് ധാർമ്മികത. അപ്പൊ MLA സ്ഥാനം രാജിവെക്കാൻ പറയുന്ന UDF-ന് ധാർമ്മികതയില്ലേ? ഞാൻ പറഞ്ഞത് അത് അദ്ദേഹം ഉചിതമായി തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഇപ്പൊ ഡിസ്മിസ് ചെയ്തു. ഇനി എന്താ ചെയ്യും ഒരു പാർട്ടി? നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ ഈ മാതൃക, നിങ്ങൾ ഈ ചോദ്യം അങ്ങോട്ടൊന്ന് ചോദിച്ചൂടെ? ഇതിനേക്കാളേറെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുകേഷിനെ തലയേറ്റ് നടക്കുന്ന LDF-ന് മുന്നിൽ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യമില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പരാതി മുമ്പ് ഉയർന്നിരുന്നു. നിങ്ങൾ പോലും പറഞ്ഞിട്ടില്ലോ. പോലുള്ള കോൺഗ്രസിന്റെ ആൾ തന്നെയാണ് പറയുന്നത്.